അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂടിവരവ് ഈ ദേശത്ത് ഇങ്ങനെ തുടർന്നു പോകുവാനായിട്ട് കർത്താവ് കൃപ ചെയ്യുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ മധ്യയെ വചനവുമായിട്ട് നിൽപ്പാൻ കർത്താവ് ഒരവസരം കൂടെ നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഭയോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്നത്തെ ലോകമെന്ന് പറയുന്നത് ഈ സർപ്രൈസുകളുടെ ലോകമാണല്ലേ. പ്രത്യേകിച്ച് എനിക്കറിയാം, മക്കളും കൊച്ചുമക്കളും ഒക്കെയുള്ള വീടുകളാണെങ്കിൽ അവർ പറയാതെ വീട്ടിലേക്ക് എത്തുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. അത് വീഡിയോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുക എന്നുള്ളത് അല്ലേ. അപ്പോൾ അത് പേരൻസിന് കൊടുക്കുന്ന ഒരു സർപ്രൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ. ചിലപ്പോൾ സന്തോഷം കവളമടലെടുത്ത് തലക്കടിക്കുന്ന രംഗങ്ങളും ഉണ്ടായിട്ടുണ്ട്, അത് വേറെ കാര്യം. എങ്കിലും അങ്ങനത്തെ ഒരു കാലത്താണ്. ഇവിടെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു ബ്രദർ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ നിന്ന് വന്നു. എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, എൻ്റെ പേരൻസിന് അറിയത്തില്ല. പക്ഷേ അതൊരു എന്താ പറയുന്നത്, അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിലും വളരെ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ചിലർക്കത് സന്തോഷത്തിനേക്കാൾ ഉപരി ചിലപ്പോൾ ടെൻഷനും ആകെപ്പാടെ ബേജാറാവുന്ന അവസ്ഥകളും ഉണ്ടാകാറുണ്ട്. എങ്കിലും അതൊരു ട്രെൻഡാണ്, പലയിടങ്ങളിലും നാം ഇന്ന് കണ്ടുവരുന്നൊരു കാര്യമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന് സർപ്രൈസ് കൊടുത്ത ഒരാളിനെ ബൈബിൾ എനിക്ക് ശ്രദ്ധിക്കാനായിട്ട് ഇടയായിട്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, കർത്താവിന് സർപ്രൈസോ? നമുക്കൊന്ന് നോക്കാം. മത്തായി സുവിശേഷം 8-ാമത്തെ അധ്യായം, അതിൻ്റെ 10-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 8 വേഴ്സ് 10. മതി. നമ്മളിത് വായിക്കുമ്പോൾ നമ്മളിതിങ്ങനെ അങ്ങ് വായിച്ചങ്ങ് പോവാണ്. പക്ഷെ വായിക്കുമ്പോൾ നമുക്കും ഈ ഒരു അതിശയത്തിൻ്റെ ഭാവന നമ്മുടെ മനസ്സിലേക്ക് വരണം. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു എന്നാണ് വായിക്കുന്നത്. സി, ആ ഒരു എക്സ്പ്രഷൻ, ആ യേശുവിൻ്റെ ഒരു പ്രതികരണം ഇവിടെ നമ്മുടെ എല്ലാം ശ്രദ്ധയിലേക്കൊന്ന് വരണം. ഓക്കെ, യേശു പോലും അതിശയിച്ചു എന്നാണ് അവിടെ വായിക്കുന്നത്. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു അസാധാരണമായ വിശ്വാസത്തെക്കുറിച്ചാണ്. എക്സ്ട്രാ ഓർഡിനറി ഫെയ്ത്ത്. ഓക്കെ, ഈ യേശു ഇവിടെ അതിശയിച്ചതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഈ പാസേജിൽ അസാധാരണമായ ഒരു വിശ്വാസം എന്ന് പറയുന്നതിൻ്റെ 3 കാരണങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മധ്യേ പറയാനായിട്ട് പോകുന്നത്. 8-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഒരു സൗഖ്യത്തിൻ്റെ അധ്യായമാണ്. ഒരുപാട് സൗഖ്യങ്ങൾ 8-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വ്യത്യസ്തമായ സൗഖ്യങ്ങളാണ്, വ്യത്യസ്തമായ അപ്രോച്ചുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, 5, 6, 7 അധ്യായങ്ങൾ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമാണ്. ഈ 3 അധ്യായങ്ങളിൽ കർത്താവിൻ്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ 1-ാം വാക്യത്തിൽ വായിക്കുന്ന അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു എന്ന് പറഞ്ഞാൽ, ഈ ഗിരിപ്രഭാഷണം കേട്ടുകൊണ്ടിരുന്ന ഒരു വലിയ പുരുഷാരമുണ്ട്. ഇവരെല്ലാം കർത്താവിനെ പിന്നെയും പിന്തുടരുകയാണ്. മലയിൽ നിന്ന് ഇറങ്ങി വന്ന, അല്ലെങ്കിൽ ആ ഗിരിപ്രഭാഷണത്തിന് ശേഷമുള്ള ഒരു അധ്യായമാണ് 8-ാം അധ്യായം. അത് കഴിഞ്ഞ് വരുമ്പോൾ ആ 8-ാം അധ്യായം എന്ന് പറയുന്നത് ഒരു സൗഖ്യങ്ങളുടെ ഒരു അധ്യായമാണ്. ആദ്യത്തെ 3, 5, 6, 7 അധ്യായങ്ങൾ പ്രസംഗങ്ങളുടെ ഒരു അധ്യായമാണെങ്കിൽ 8-ാമത്തെ അധ്യായം ഒരു സൗഖ്യങ്ങളുടെ അധ്യായമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 8-ാം അധ്യായത്തിൽ പല സൗഖ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പല സൗഖ്യങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ പല നിലകളിലാണ് യേശുവിനെ അപ്രോച്ച് ചെയ്യുന്നത്. നമുക്കൊന്ന് വേഗത്തിൽ അതൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ വിഷയം അതല്ല, പക്ഷെ ഒന്ന് വേഗത്തിൽ ശ്രദ്ധിക്കാം. 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഓക്കെ, ഇവിടെ കുഷ്ഠരോഗി നേരിട്ട് കർത്താവിൻ്റെ അടുക്കൽ വരുന്നതാണ് ആദ്യത്തെ സൗഖ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചിത്രം. ഇനി 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഇവിടെ ശതാധിപൻ തൻ്റെ ബാല്യക്കാരന് വേണ്ടി കർത്താവിൻ്റെ അടുക്കൽ വരുന്നു. ആദ്യത്തേത് രോഗി നേരിട്ട് കർത്താവിൻ്റെ അടുക്കൽ വരുന്നു. 2-ാമത്തേത് രോഗിക്ക് വേണ്ടി മറ്റൊരാൾ കർത്താവിൻ്റെ അടുക്കൽ വരുന്നു. ഇനിയും അതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ?
മതി. ഓക്കെ. ഇവിടെ കർത്താവ് രോഗിയുടെ വീട്ടിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ആ ഓക്കെ. അവന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ഇവിടെ രോഗികളെ കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ 4 രംഗങ്ങൾ എടുത്തു നോക്കിയാൽ 4 വ്യത്യസ്തമായ നിലകളിലാണ് യേശുവിനെ അപ്രോച്ച് ചെയ്യുന്നത്. 1, രോഗി നേരിട്ട് വരികയാണ്. 2, രോഗിക്ക് വേണ്ടി മറ്റൊരാൾ വരികയാണ്. 3, രോഗിയുടെ അടുക്കലേക്ക് കർത്താവ് ചെല്ലുകയാണ്. 4, രോഗിയെയും കൊണ്ട് കർത്താവിൻ്റെ അടുക്ക് വരുന്നു. എന്നാൽ ഇവിടെ എല്ലാം സൗഖ്യമുണ്ട്. ഇവിടെ എല്ലാം കാണുന്ന ഒരു കോമൺ ഫാക്ടറുണ്ട്. അത് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ സൗഖ്യങ്ങളുടെ ഒരു അധ്യായമാണ് ഈ 8-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. ഇനി നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വരാം. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. ചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു എക്സ്ട്രാ ഓർഡിനറി, അസാധാരണമായ വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. 1, യേശുവിനെ അതിശയിപ്പിച്ച വിശ്വാസമായിരുന്നു ഈ വിശ്വാസം. അസാധാരണമായ വിശ്വാസം എന്ന് പറയുന്നതിൻ്റെ 1-ാമത്തെ കാരണം യേശുവിനെ അതിശയിപ്പിച്ച വിശ്വാസമായിരുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മളെല്ലാവരും വിശ്വാസികളാണ്, നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്. പക്ഷെ നമ്മളുടെ വിശ്വാസം കണ്ടിട്ട് യേശു അതിശയിക്കാറുണ്ടോ, അല്ലെങ്കിൽ യേശു അത്ഭുതപ്പെടാറുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇവിടെ ഈ മനുഷ്യന്റെ വിശ്വാസം കണ്ടിട്ട് യേശു അതിശയിച്ചു എന്നത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഓഫ് കോഴ്സ് ഞാൻ അവിടെ പറയുന്നുണ്ട്, താൻ യേശു അതിശയിച്ചു എന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ അതിശയത്തിന്റെ പിന്നിലുള്ള കാരണങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ആ ഭാഗം ആദ്യം മുതലൊന്ന് വായിക്കാം. അതിൻ്റെ 5-ാമത്തെ വാക്യം മുതലൊന്ന് വായിക്കാമോ? നമുക്ക് ഓരോരോ വാക്യങ്ങൾ ചിന്തിച്ചു പോകാം. അവൻ കവർന്ന ഭൂമിയിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്. ഇവിടെ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയാണ്, കർത്താവിലുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ് കർത്താവിൻ്റെ അടുക്കലേക്ക് ശതാധിപൻ വരുന്നത്. ഓക്കെ. ഒരു മനുഷ്യനെ കർത്താവിൻ്റെ അടുക്കലേക്ക് അടുപ്പിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കർത്താവിലുള്ള വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. താഴോട്ട് വരുമ്പോൾ നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ തന്നെ അനുഗമിക്കുന്ന വലിയൊരു പുരുഷാരമുണ്ട്. ഓക്കെ. തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു വലിയ പുരുഷാരമുണ്ട്. ഈ പുരുഷാരം കർത്താവിൻ്റെ കൂടെ ഉണ്ടെങ്കിലും അവർക്ക് ഇത്രയും വിശ്വാസം ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അത് താഴത്തെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ ശതാധിപൻ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നത് കർത്താവിലുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ കൂടെ നടക്കുന്നു എന്ന് വെച്ച് വിശ്വാസം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. ഒരു പക്ഷേ യേശുവിൽ നിന്നുള്ള പ്രസംഗം കേൾക്കാനായിരിക്കാം, യേശുവിൽ നിന്നുള്ള നല്ല അറിവുകൾ ലഭിക്കാനായിരിക്കാം, ഒരു പക്ഷേ സൗഖ്യം ലഭിക്കും എന്നുള്ള ചിന്തയിലായിരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടുമെന്നുള്ള ചിന്തയിലായിരിക്കാം, അല്ലെ മറ്റെന്തെങ്കിലുമൊക്കെ മോട്ടീവോടുകൂടെ ആയിരിക്കാം ഈ വലിയ പുരുഷാരം നടക്കുന്നത്. പക്ഷേ ഈ ശതാധിപൻ വന്നത് തന്നിലുള്ള വിശ്വാസമുള്ളതുകൊണ്ട് അത് നമുക്ക് ക്ലിയർ ആക്കാനായിട്ട് സാധിക്കും. സോ 1, യേശുവിൻ്റെ അടുക്കലേക്ക് തന്നെ നയിച്ചത് കർത്താവിലുള്ള വിശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത് എന്താ? കർത്താവിലുള്ള വിശ്വാസമാണോ, അതോ കർത്താവിൽ നിന്ന് ചില നന്മകളൊക്കെ കിട്ടണമെന്നുള്ള ആഗ്രഹമാണോ? നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട് പ്രചോദിപ്പിക്കുന്നത് എന്താ? നമ്മുടെ മുന്നിലുള്ള ആവശ്യങ്ങളാണോ, അതോ കർത്താവിലുള്ള വിശ്വാസമാണോ? നമ്മളെ കർത്താവിൻ്റെ അടുക്കലേക്ക് വരാൻ, അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് വരാൻ, അല്ലെ ദൈവജനത്തോടൊപ്പം ഇരിക്കാൻ, അല്ലെ ദൈവസഭയിലേക്ക് വരുന്നതൊക്കെ നമ്മളെ കൊണ്ടുവരുന്നതിൻ്റെ മോട്ടീവ് എന്താ? കർത്താവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണോ, അതോ ചെയ്തു വരുന്ന ചില ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പ്രാക്ടീസുകൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുവാണോ? ഈ ചോദ്യം നമ്മളോട് നാം ചോദിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധന ചെയ്യാനായിട്ട് ഈ ചിന്തകൾ ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതോ ശതാധിപൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നത് തനിക്ക് കർത്താവിലുള്ള ഒരു വിശ്വാസമുള്ളതുകൊണ്ട് ആ വിശ്വാസമാണ് തന്നെ കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കുന്നത്. ഇനി അടുത്ത ഭാഗം നമുക്കൊന്ന് വായിക്കാം. 6-ാമത്തെ വാക്യം.
ആ മതി. ഈ ശതാധിപൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിക്കുന്നത് സെഞ്ചൂറിയൻ എന്ന. അതിൻ്റെ അർത്ഥം എന്താ? സെഞ്ചുറി, നമ്മൾ ക്രിക്കറ്റിലൊക്കെ കേൾക്കാറുണ്ടല്ലോ, സെഞ്ചുറി അടിച്ചു അല്ലേ. സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 100 പേരുടെ അധിപൻ എന്ന, അല്ലെങ്കിൽ ഒരു റോമൻ മിലിറ്ററി ലീഡറാണ് ഈ മനുഷ്യൻ. ഓക്കെ, ഈ ലീഡറായിട്ടുള്ള മനുഷ്യൻ തൻ്റെ വേലക്കാരന് വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ അടുക്ക് വരുന്നത്. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, തന്നിലുള്ള വിശ്വാസം, തനിക്ക് കർത്താവിലുള്ള വിശ്വാസം മറ്റൊരു വ്യക്തിയോടുള്ള കരുണയിലേക്ക് തന്നെ നയിക്കുകയാണ്. അവിടെ ഒരു കമ്പാഷൻ, മറ്റൊരു വ്യക്തിയോടുള്ള ഒരു കമ്പാഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ ഒരിക്കലും തൻ്റെ വേലക്കാരന് വേണ്ടി വരേണ്ട ആവശ്യമില്ല, പക്ഷേ താൻ തൻ്റെ വേലക്കാരന് വേണ്ടി, ബാല്യക്കാരന് വേണ്ടി വരുന്നു. ഇനിയും ആ ബാല്യക്കാരനെ കുറിച്ച് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോ. പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ, വേദന അനുഭവിച്ച് വീട്ടിൽ കഴിയുന്ന തൻ്റെ ദാസനോടുള്ള തൻ്റെ കൺസേൺ ആൻഡ് കമ്പാഷനാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തനിക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള കൺസേണും കമ്പാഷനും ഉണ്ടാകുന്ന ഒരു വിശ്വാസത്തെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊക്കെ വിശ്വാസം എന്ന് പറയുമ്പോൾ, കർത്താവിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ, അതൊരു തിയോളജി ബോക്സിനകത്ത് ഒതുക്കാതെ ആ ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസ് എത്രമാത്രം ബാലൻസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു കൺസേൺ നമുക്കുണ്ടാകാറുണ്ടോ? ഒരാൾ വേദനിച്ച് വീട്ടിൽ കിടക്കുന്നു എന്നൊരു ഭാരം നമുക്കുണ്ടാകാറുണ്ടോ? ഒരാൾ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞ് മറ്റൊരാൾക്ക് വേണ്ടി കർത്താവിൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ, കുടുംബ പ്രാർത്ഥനകളിൽ, സഭാ പ്രാർത്ഥനകളിൽ മറ്റുള്ളവരുടെ വേദനയിൽ നമുക്കൊന്ന് ഇടം പിടിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനപ്പുറമായി എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, എൻ്റെ സഹപാഠികൾക്ക് വേണ്ടി, എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, എൻ്റെ സമൂഹത്തിന് വേണ്ടി വേദനയിൽ കഴിയുന്ന, പാപത്തിൽ കഴിയുന്ന, പ്രയാസത്തിൽ കഴിയുന്നവരെ ഓർത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസം എനിക്കുണ്ടോ? നമ്മളെല്ലാം വിശ്വാസികളാണ്, പക്ഷെ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കാൻ ഈ ചിന്തകൾ ഇട നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. അവിടെ കൺസേണും കമ്പാഷനും തോന്നുന്ന ഒരു ശതാധിപനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. 8-ാം വാക്യം. മതി. ഇവിടെ ഒരു ഹ്യൂമിലിറ്റി നമുക്ക് കാണാൻ പറ്റും, ഒരു താഴ്മ നമുക്ക് കാണാൻ പറ്റും. ശതാധിപൻ എന്താ പറയുന്നത്? അപ്പൊ കർത്താവ് പറയാ, ഐ വിൽ കം ആൻഡ് ഹീൽ ഹിം, ഞാൻ വന്നവനെ സൗഖ്യമാക്കാം. അപ്പൊ ശതാധിപൻ പറയാം, കർത്താവെ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ മിലിറ്ററി ലീഡറൊക്കെയാ, പക്ഷെ നീ എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല. നമുക്കറിയാം, ആ താഴോട്ടുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, ഈ ശതാധിപൻ എന്ന് പറയുന്നത് ഈ കൂടെ വരുന്ന പുരുഷാരത്തിൻ്റെ കൂട്ടത്തിലുള്ള ആളല്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിൻ്റെ ഒരു കാറ്റഗറി പെടുന്ന ഒരു ആളല്ല, ഒരു ഔട്ട്സൈഡറാണ്. ഓക്കെ, അപ്പം അദ്ദേഹം പറയാ, കർത്താവ് എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല. തന്നിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഹ്യൂമിലിറ്റി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയും ആ ഹ്യൂമിലിറ്റി മാത്രമല്ല, അടുത്ത വാക്യത്തിൽ എന്താ പറയുന്നത്? ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ അധികാരത്തെ പൂർണ്ണമായും മനസ്സിലാക്കിയ ശതാധിപൻ ഈ കർത്താവിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്ന ഘോർ റീസണിലേക്കാണ് വരുന്നത്. കർത്താവെ, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി. അപ്പോ അവിടെ നിൽക്കുന്നവർക്കൊക്കെ ഒരു പക്ഷേ ലോജിക് അല്ല എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. ഓക്കെ, പക്ഷെ അത് താൻ ക്ലിയർ ആക്കുന്നുണ്ട് തൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ആ ആ ആ ആ ആ മതി. സി, യേശു അധികാരമുള്ളവരാണെന്നുള്ള ബോധ്യം ആർക്കുണ്ട്? ശതാധിപനുണ്ട്. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ വാക്യത്തിൽ പറയുന്നത്. കർത്താവെ, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്, എനിക്കും അധികാരമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ അവൻ പോകും, വരാൻ പറഞ്ഞാൽ ചെയ്യും, ചെയ്യാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു ലീഡറാണ്, എനിക്കൊരു അതോറിറ്റി ഉണ്ട്. എൻ്റെ അതോറിറ്റിക്ക് കീഴിലുള്ള സെർവൻസിനോട്
പറഞ്ഞാൽ അവരനുസരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ശതാധിപൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ട്രൂത്ത് ഉണ്ട്. അങ്ങ് സകലത്തിൻ്റെ മേലും അധികാരമുള്ള ദൈവമാണ്, സകലരെയും സൗഖ്യമാക്കാൻ അധികാരമുള്ളവനാണ്, സകലത്തെയും നിയന്ത്രിക്കാൻ അധികാരമുള്ളവനാണ്, പരമാധികാരിയായ ദൈവമാണ്. ഒരു വാക്ക് അങ്ങ് ഇവിടെ ഇരുന്നുകൊണ്ട് കൽപ്പിച്ചാൽ മതി, എൻ്റെ വീട്ടിൽ കിടക്കുന്ന എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്നുള്ള പൂർണ്ണ ബോധ്യം, കൺവിക്ഷൻ ശതാധിപനുണ്ടായിരുന്നു. ഈ വാക്ക് കേട്ടപ്പോഴാണ് യേശു അതിശയിച്ചു പോയത്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് താൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വെറുതെ ഒന്നും അല്ല പറയുന്നത്, വളരെ ക്ലാരിറ്റിയോടുകൂടെയാണ് ഈ മനുഷ്യൻ തൻ്റെ വിശ്വാസത്തെ എക്സ്പ്രസ് ചെയ്യുന്നത്. നമുക്ക് വിശ്വാസം ഉണ്ടോ? നമ്മളുണ്ട് എന്ന് പറയുമ്പോൾ പോലും പലപ്പോഴും ഈ കൺവിക്ഷനിലേക്ക്, ഈ ബോധ്യത്തിലേക്ക്, ഈ ഒരു പൂർണ്ണതയിലേക്ക് നമുക്ക് പലപ്പോഴും എത്താനായിട്ട് സാധിക്കുന്നില്ല. ഈ എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു വിഷയമെന്ന് പറയുന്നത്, കർത്താവ് അതിശയിച്ചത് തൻ്റെ വിശ്വാസത്തെ ഓർത്തിട്ടാണ്. ഇവിടെ തൻ്റെ പൊസിഷൻ ഓർത്തിട്ടല്ല, ഓക്കെ, തൻ്റെ പെർഫോമൻസ് ഓർത്തിട്ടല്ല, തൻ്റെ മറ്റ് ഈ ബാഹ്യമായതൊന്നും കണ്ടിട്ടല്ല കർത്താവ് അതിശയിച്ചത്. മറിച്ച് കർത്താവ് അതിശയിക്കുന്നത് തൻ്റെ വിശ്വാസം കണ്ടിട്ടാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ നോക്കി അത്ഭുതപ്പെടാൻ കാരണമാകുന്നത് നമ്മുടെ വിശ്വാസം കണ്ടിട്ടാണോ? പലപ്പോഴും നാം കർത്താവിനെ പ്ലീസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ പെർഫോമൻസിൽ കൂടെയാ, നമ്മുടെ പ്രവർത്തികളിൽ കൂടെയാ, നമ്മുടെ പ്രത്യക്ഷമായ കാര്യങ്ങളിൽ കൂടെയാ. പക്ഷേ അവിടെ ഒന്നും കർത്താവിനെ പ്ലീസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. എബ്രായ ലേഖനത്തിലാണെന്ന് തോന്നുന്നല്ലോ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നതല്ല ദൈവത്തിന് പ്രസാദകരം, പക്ഷേ എന്നെ പ്രസംഗിക്കാൻ പ്രചോദിപ്പിക്കുന്ന ഫാക്ടർ അത് ദൈവത്തിലുള്ള വിശ്വാസമാണെങ്കിൽ, അതിൻ്റെ റിഫ്ലക്ഷനിലാണ് ഞാനിവിടെ പ്രസംഗിക്കുന്നതെങ്കിൽ അത് ദൈവത്തിന് പ്രസാദകരമാണ്. ഇന്ന് നമ്മളെല്ലാവരും രാവിലെ ഇവിടെ കൂടി വന്നതല്ല ദൈവത്തിന് പ്രസാദം, മറിച്ച് നിങ്ങളെ ഇവിടെ കൂട്ടി വരുത്താൻ നിങ്ങളിൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാരണം വിശ്വാസമാണെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമാണ്. എല്ലാം വേണ്ടെന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ദൈവസന്നിധിയിലേക്ക് വന്നത് ദൈവത്തോടുള്ള വിശ്വാസത്തിന്റെ റിഫ്ലക്ഷൻ ആണെങ്കിൽ അത് ദൈവത്തിന് അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വഞ്ചിക്കപ്പെടരുത്, തെറ്റിദ്ധരിക്കപ്പെടരുത്. ഞാൻ എല്ലാ ആഴ്ചയും ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ദൈവം എന്നിൽ പ്രസാദിക്കുമെന്ന് ചിന്തിക്കരുത്. ഞാൻ എല്ലാ ദിവസവും ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് കർത്താവ് പ്രസാദിക്കുമെന്ന് വിചാരിക്കരുത്. ഇവിടെ ഒരു പുരുഷാരം മുഴുവനുണ്ട്, അവർക്ക് കിട്ടാത്ത ഒരു അപ്രിസിയേഷനാ ഇവിടെ ശതാധിപന് കിട്ടുന്നത്. ഞാൻ അതിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ യേശു അതിശയിച്ച വിശ്വാസമായിരുന്നു ശതാധിപൻ്റെ വിശ്വാസം. ഞാൻ പലപ്പോഴും ജോർജ് മുള്ളറിൻ്റെ ജീവചരിത്രങ്ങൾ വായിച്ച് അത്ഭുതപ്പെടാറുണ്ട്, ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട്. അത് എൻ്റെ മിനിസ്ട്രിയിൽ, ഞങ്ങൾ ചെയ്യുന്ന മിനിസ്ട്രിയിൽ പലപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്നൊരു ഒരു 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 ചരിത്രമാണ്. നമുക്ക് ഏവർക്കും അറിയാം, അനേക അനാഥ കുഞ്ഞുങ്ങളെ ആയിരക്കണക്കിന് അനാഥ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് അവരെ വളർത്തി അവർക്ക് വേണ്ടുന്ന ആത്മീയവും ഭൗമികവുമായ പ്രൊവിഷൻസ് ഒക്കെ ഒരുക്കി അനേകരെ കർത്താവിലേക്ക് നയിച്ച ഒരു ഭക്തനായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വലിയ ആവശ്യങ്ങളാണ് ഉള്ളത്. പക്ഷെ ഒരു പൈസ പോലും ഒരു മനുഷ്യനോട് ചോദിക്കാതെ കർത്താവിനോട് മാത്രം പ്രാർത്ഥിച്ച, കർത്താവിൽ നിന്ന് മാത്രം പ്രാപിക്കാൻ ആഗ്രഹിച്ച ഒരു ഭക്തനായ ദൈവദാസൻ. ഞാൻ ചിന്തിക്കുമായിരുന്നു, അദ്ദേഹം കർത്താവിൻ്റെ അടുക്ക് ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞു കാണും, എടാ നിൻ്റെ വിശ്വാസം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു ചോദ്യം നമ്മളോട്, എൻ്റെ വിശ്വാസം കണ്ട് കർത്താവ് അതിശയിക്കുമോ? കർത്താവ് അത്ഭുതപ്പെടുമോ? നമ്മുടെ വിശ്വാസം അങ്ങനെയായി മാറട്ടെ. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. അടുത്തത്, യേശു അതിശയിച്ചു. ഇനി 10-ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ?
മതി മതി. ഒന്ന്, യേശു അതിശയിച്ച വിശ്വാസമായിരുന്നു. രണ്ട്, യേശു അഭിനന്ദിച്ച വിശ്വാസമായിരുന്നു, അപ്രിഷ്യേറ്റ് ചെയ്ത വിശ്വാസമായിരുന്നു. എന്തായിരുന്നു അപ്രിഷ്യേറ്റ് ചെയ്ത കമന്റ്? എന്തായിരുന്നു? ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. ഇതാരോടാ പറഞ്ഞെന്നറിയാമോ? ഇതാരോടാ പറഞ്ഞേ? ആരോടാ പറഞ്ഞേ? പിഞ്ചെല്ലുന്നവരോടാ പറഞ്ഞേ. ആരാ പിഞ്ചെല്ലുന്നത്? വലിയൊരു പുരുഷാരമുണ്ട്. അവരെ നോക്കിയാ പറഞ്ഞേ. അവരെ നോക്കിയിട്ട് പറയാ, ലുക്ക് അറ്റ് ദിസ് ഫെയ്ത്ത്. ഈ വിശ്വാസം ഒന്ന് നോക്കിക്കേ. ഇത്ര വലിയ വിശ്വാസം ഇസ്രായേലിൽ കൂടെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പുറകെ നടക്കുന്നവരിൽ പോലും ഞാൻ ഇത്രയും വലിയ വിശ്വാസം കണ്ടിട്ടില്ല. പലപ്പോഴും നമ്മൾ വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ പുറകെ യാത്ര ചെയ്യുന്നത് ഈ പുരുഷാരത്തെ പോലെയാണോ എന്ന് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. ചിലരുടെയൊക്കെ ജീവിതത്തെ നോക്കിയിട്ട് നമ്മളോട് പറയും, അതൊന്ന് നോക്കി, ആ വിശ്വാസം ഒന്ന് നോക്കി. എന്തെങ്കിലും ഉണ്ടായിട്ടാണോ? ഒന്നുമില്ല. പക്ഷേ കർത്താവിൽ വിശ്വസിക്കുക, കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കുക. ഞാൻ ഈ വടക്കേ ഇന്ത്യയിലെ മിക്കവാറും പല ദേവദാസന്മാരുമായിട്ട് ഇങ്ങനെ ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ട്. അപ്പം ഒരു ട്രൈബൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഒരു ദേവദാസൻ പറഞ്ഞ, അവർക്ക് ബൈബിൾ വായിക്കാനൊന്നും അറിയത്തില്ല, അറിവുകളൊന്നുമില്ല, തിയോളജി ഒന്നും പറഞ്ഞു ഒന്നും അറിയത്തില്ല, വാക്കുകളൊന്നും അറിയത്തില്ല. പക്ഷെ അവർക്കറിയാവുന്ന ഒരു കാര്യം, എൻ്റെ കർത്താവ് എൻ്റെ രക്ഷകനാ, എന്നെ അന്ത്യത്തോളം പുലർത്തിക്കോളും. അവർ ഹിന്ദി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. എനിക്ക് ഭയങ്കര അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ് തോന്നുന്നത്. ഒന്നും അറിയത്തില്ല അവർക്ക്, പക്ഷെ ഒന്നറിയാം, കർത്താവിൻ്റെ ഞങ്ങളുടെ രക്ഷകനാണ്, കർത്താവ് ഞങ്ങളെ നോക്കിക്കോളും. എന്തൊരു വലിയ വിശ്വാസമാണ്. എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന പലരും വിശ്വാസത്തിന് വേണ്ടി ഒരുപാട് വില കൊടുത്തവരാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് വന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്, എനിക്ക് നന്നായി അറിയാം. പക്ഷെ കാലങ്ങൾ കഴിയും തോറും നമ്മുടെ അവിശ്വാസത്തിന് കോട്ടം സംഭവിക്കുന്നുണ്ടോ? വിശ്വാസം കാഴ്ചയാലാകുന്നുണ്ടോ? വിശ്വാസം നമ്മുടെ പ്രത്യക്ഷമായ ചില കാര്യങ്ങളിലൊക്കെ ഒതുങ്ങി പോകുന്നുണ്ടോ എന്നൊന്ന് നമ്മളെ തന്നെ ഒന്ന് പുനഃപരിശോധന ചെയ്യാൻ ഇടയാണ്. ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും വിചിന്തനം ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ സമയത്തുള്ളൊരു വിശ്വാസം, ആ ഒരു ധൈര്യം, ഞാൻ പലപ്പോഴും പറയും, അതൊക്കെ ചോർന്നു പോയോ എന്ന് സംശയിക്കുന്നു. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം വിശ്വാസ കാൽച്ചുവടിൽ അത്രേ എന്ന് പറഞ്ഞ് നമ്മൾ ആരംഭിച്ച ഒരു ജീവിതമുണ്ട്. പക്ഷെ പലപ്പോഴും പല പ്രതിസന്ധികൾ, കാറ്റും കോളും തിരമാലകളൊക്കെ വരുമ്പോൾ, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കൊക്കെ വരുമ്പോൾ, ഒന്നുമില്ലാണ്ടായി മാറുമ്പോൾ, ഒന്നും നടക്കാതെ വരുമ്പോൾ, മുന്നോട്ടുള്ള യാത്ര പ്രയാസകരമെന്നൊക്കെ തോന്നി വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് എവിടോ എന്തോ കോട്ടം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ചിന്തകളൊക്കെ അങ്ങ് മാറിപ്പോകുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ വിശ്വാസം? ആരംഭിച്ചതുപോലെ തന്നെ അതിനെക്കാട്ടിലും ഉത്സാഹത്തോടെ, അതിനെക്കാട്ടിലും ശക്തിയോടെയാണോ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. യേശു അപ്രിഷ്യേറ്റ് ചെയ്യുന്ന വിശ്വാസമാണോ നമ്മുടെ വിശ്വാസം? നമുക്കറിയാം, നമ്മുടെ ഈ ലോക ജീവിതം കഴിഞ്ഞ് കർത്താവിൻ്റെ അടുക്കൽ എത്തുമ്പോൾ കർത്താവ് നമ്മളോട് പറയേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. യേശു അപ്രിഷ്യേറ്റ് ചെയ്യാൻ സാധിക്കത്തക്ക ജീവിതമാണോ എൻ്റെ ജീവിതം, എൻ്റെ വിശ്വാസം? നമ്മളിന്ന് എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാനാണ് നോക്കുന്നത്. ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം, ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് നല്ലതാണെന്ന് പറയണം, സൂപ്പറാന്ന് പറയണം, വലിയ സംഭവമാണെന്ന് പറയണം എന്നാൽ പലപ്പോഴും നമ്മുടെ ജഡം നമ്മളോട് ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കർത്താവ് പറയണം, എൻ്റെ വിശ്വാസം, ഇങ്ങനെ ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് കർത്താവ് പറയത്തക്ക നിലയിൽ എൻ്റെ ആത്മീക ജീവിതം ഒന്ന് ഉയരാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നേനേയും നമ്മുടെ ക്രിസ്തീയ ജീവിതം. അബ്രഹാം ഇസാക്കിനെ യാഗം കഴിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ഇസാക്ക് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അപ്പാ തീയും വിറകും ഉണ്ട്, പക്ഷേ ആട്ടിൻകുട്ടി, യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടാ? അപ്പം അബ്രഹാം പറയുന്നൊരു കാര്യമുണ്ട്. എന്താ? ദൈവം നോക്കിക്കോളൂ. ഞാനത് ചിലപ്പോൾ വായിച്ച് കരയാറുണ്ട്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ധൈര്യമായിട്ട് പറയണമെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ ഫാക്ടർ ഉള്ളിൽ നിന്ന് വരാതെ ഒരിക്കലും അത് പറയാൻ സാധിക്കത്തില്ല. കാരണം
താൻ സ്നേഹിക്കുന്ന ഒരു മകനെ യാഗം കഴിക്കാനായിട്ട് കൊണ്ടുപോവുക. അതിനുള്ള എല്ലാ സംവിധാനങ്ങളുമായിട്ട് പോവുക. ആ മകന്റെ ചോദ്യത്തിന്റെ മുമ്പ് ഒരുപക്ഷെ ഒരു പിതാവ് പതറിപ്പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പക്ഷേ ദൈവം നോക്കിക്കൊള്ളും. നമുക്കറിയാം, ഇന്ന് നമ്മളെ അനേക ദേവദാസന്മാർ, വിശ്വാസികൾ പേഴ്സിക്യൂഷനിലൂടെ കടന്നു പോവാം. അനേകം പേര് പേഴ്സിക്യൂഷനിലൂടെ കടന്നു പോവാം. അവരൊക്കെ പറയുന്ന ഒരു എന്നെ എൻകറേജ് ചെയ്യുന്നൊരു കാര്യം, അവർക്ക് പ്രയാസമുണ്ട്, ക്ഷീണമുണ്ട്, പല ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിലും അവർ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം നോക്കിക്കോളും, ദൈവം സഹായിക്കുന്നു. ഇത് പറയാൻ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുമ്പോൾ മാത്രമേ നമുക്കത് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. മത്തായി സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യം ഇതിനോട് ചേർന്ന് നമുക്കൊന്ന് വായിക്കാം. ഈ കർത്താവേ കർത്താവേ എന്ന് വെറുതെ വിളിക്കുന്നതല്ല വിശ്വാസത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അങ്ങനെ കർത്താവിന്റെ പുറകെ അത് ഈ പുരുഷാരത്തോട് നോക്കി കൊടുക്കുന്ന ഒരു മെസ്സേജും അതാ. ഇനിയും അത് കഴിഞ്ഞുള്ള വാക്യം നമ്മളൊന്ന് ശ്രദ്ധിക്കാമോ? നമ്മൾ ഈ പറയുന്ന കോൺടെക്സ്റ്റിൽ നിന്ന് വളരെ വ്യത്യസ്തമെന്ന് തോന്നും. പക്ഷേ കർത്താവ് കറക്റ്റ് സ്ഥാനത്ത് കർത്താവ് ഒരു ഗോസ്പൽ കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 11-ാം വാക്യം ഒന്ന് വായിച്ചേ. 8:11, മാത്യു 8:11. അടുത്ത വാക്യങ്ങൾ അവിടുന്ന് ഇവിടുന്നും ഒക്കെ ഒരുപാട് പേര് വരും. ഇത് ആരോടാ പറയുന്നേ? പുരുഷാരത്തോടെ പറയുന്നത്, പുറകെ നടക്കുന്നവരോടാ പറയുന്നത്. അവിടുന്നും ഇവിടുന്നും ഒക്കെ ഒരുപാട് പേര് വരും. അവര് അബ്രഹാമിന്റെ കൂടെ, ഇസഹാക്കിന്റെ കൂടെ, യാക്കോബിന്റെയും കൂടെ സ്വർഗരാജ്യത്തിലിരിക്കും. ഇവിടെ പറയുന്ന കോണ്ടെക്സ്റ്റ് എന്താ? ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള വിശ്വാസം എവിടേക്കാണ് നിങ്ങളെ നയിക്കുന്നത്? അത് സ്വർഗത്തിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത്. അബ്രഹാമും ഇസഹാക്കും യാക്കോബിന്റെ കൂടൊക്കെ വസിക്കുവാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു വിശ്വാസത്തെക്കുറിച്ച് കർത്താവ് ഇവിടെ പറയുക. എന്നിട്ട് അവർക്കൊരു വാണിംഗ് കൂടെ കൊടുക്കുക. എന്നാൽ രാജ്യത്തിന്റെ പുത്രന്മാരോ, ഈ പറയുന്ന സോ കോൾഡ് ആൾക്കാര് ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഒക്കെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ കർത്താവിനെ യഥാർത്ഥമായിട്ട് വിശ്വസിക്കാത്തവർക്ക് എന്തുണ്ട്? ശിക്ഷയുണ്ട്, നരകമുണ്ട്. കർത്താവെ എന്ന് വിളിച്ചിട്ടല്ല കാര്യം. കർത്താവിൻ്റെ പേരിൽ പ്രസംഗിച്ചാലും എന്താ പറയുന്നത്, മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്താലും, ഭൂതങ്ങളെ പുറത്താക്കിയാലും, രോഗങ്ങൾ, ഇതൊന്നുമല്ല വിഷയം. കർത്താവിനോടുള്ള എൻ്റെ വിശ്വാസമാണ്. ഇവിടെയാ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന വിശ്വാസത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എബ്രായലേഖനത്തിൽ വായിക്കുന്നത് ഇത്ര വലിയ രക്ഷ, സോ ഗ്രേറ്റ് സാൽവേഷൻ. ആ വിശ്വാസം നമുക്ക്, സേവിങ് ഫെയ്ത്ത് നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മുടെയും അവസാന നരകത്തിലേക്കാണ്. കർത്താവ് നമ്മളെ അവിടെ നിന്ന് വിടുവിച്ചു. പക്ഷെ ആ സേവിങ് ഫെയ്ത്ത് ഒരു ലിവിങ് ഫെയ്ത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കത് സാധിക്കുന്നുണ്ടോ? മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരാം. 13-ാം വാക്യം. യേശു അംഗീകരിച്ച വിശ്വാസമായിരുന്നു ഈ വിശ്വാസം. കാരണം യേശുവിൻ്റെ അടുക്കിലേക്ക് ശതാധിപൻ വരുന്നത് തൻ്റെ ബാല്യക്കാരനൊരു സൗഖ്യം ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ്. യേശു വന്ന് സൗഖ്യമാക്കാമെന്ന് പറഞ്ഞപ്പോൾ താൻ പറഞ്ഞു, അയ്യോ കർത്താവേ, അങ്ങൻ്റെ പുരയ്ക്കകത്ത് തരാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, സൗഖ്യം വരും. ഈ വിശ്വാസം കണ്ടിട്ട് യേശു അതിശയിക്കുന്നു. യേശു തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. യേശു തൻ്റെ വിശ്വാസത്തെ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ചിത്രമാണ്. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു എന്ന് പറഞ്ഞാൽ, യേശുവും ശതാധിപനും നിൽക്കുന്നത് ഒരു സ്ഥലത്ത്, രോഗി ബാല്യക്കാരൻ നിൽക്കുന്നത് വേറൊരു സ്ഥലത്ത്. പക്ഷേ താൻ നിന്ന സ്ഥലത്ത് തൻ്റെ വിശ്വാസം യേശുവിൽ അർപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തിൻ്റെ റിസൾട്ട് തൻ്റെ വീട്ടിലിരിക്കുന്ന ബാല്യക്കാരൻ ഉണ്ടാവുകയാണ്. അതിങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നമ്മളുടെ വിശ്വാസം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നിൽ മാത്രമല്ല, അതെൻ്റെ ചുറ്റുപാടും, എൻ്റെ ഭവനത്തെയും എൻ്റെ സമൂഹത്തെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്.
നമ്മളുടെ വിശ്വാസം കേവലം വാക്കിൽ ഒതുങ്ങേണ്ടുന്ന വിശ്വാസമല്ല. എൻ്റെ വിശ്വാസം അത് എന്നെ കർത്താവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കുന്ന വിശ്വാസമാണ്. എൻ്റെ വിശ്വാസം അത് താഴ്മയിലേക്ക് നയിക്കുന്ന വിശ്വാസമാണ്. എൻ്റെ വിശ്വാസം അത് കരുണയിലേക്കും സ്നേഹത്തിലേക്കും നയിക്കുന്ന വിശ്വാസമാണ്. മാത്രമല്ല, എൻ്റെ വിശ്വാസം അത് സമൂഹത്തിലേക്ക് സ്വാധീനം ചെലുത്തുന്ന വിശ്വാസമായിരിക്കണം. കാരണം എൻ്റെ വിശ്വാസം കർത്താവിലാണ്. ഈ വിശ്വാസമാണ് യേശുവിനെ അതിശയിപ്പിച്ചതും യേശു അപ്രിഷ്യേറ്റ് ചെയ്തതും. നമ്മൾ ഞായറാഴ്ച മാത്രം സഭയിലേക്ക് വരുന്നൊരു വിശ്വാസമായി ഒതുങ്ങിപ്പോകരുത് നമ്മുടെ വിശ്വാസം. അബ്രഹാം ഇസഹാക്കിനോട് പറയുമ്പോൾ ദൈവം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുന്നുണ്ട്. നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം അവിടെ ഒരു ദൈവഭയം എന്നുള്ളൊരു വാക്ക് അബ്രഹാമിന്റെ വിശ്വാസം എന്തിലേക്കാണ് നയിക്കുന്നേ? ദൈവഭയത്തിലേക്കാണ് നയിക്കുന്നേ. ഈ വിശ്വാസവും ക്യാരക്ടറും ഒരിക്കലും രണ്ട് വള്ളത്തിൽ പോകത്തില്ല. നമുക്ക് വിശ്വാസം കർത്താവിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനോട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മുടെ ക്യാരക്ടറും ബിഹേവിയറും അപ്രോച്ചസും ആറ്റിറ്റ്യൂഡ്സും എല്ലാം നിൽക്കുന്നത്. ഇത് രണ്ടും രണ്ട് വള്ളത്തിൽ പോകത്തില്ല. എന്ന് പറഞ്ഞാൽ കർത്താവിൽ നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരും, കർത്താവിൻ്റെ പാദപീഠത്തെങ്കിലിരിക്കും, കർത്താവിനോട് സംസാരിക്കും, കർത്താവിൽ നിന്ന് കേൾക്കും. താഴ്മയുണ്ടാകും, കരുണയുണ്ടാകും, ദൈവഭയമുണ്ടാകും, സ്നേഹമുണ്ടാകും. ഇതെല്ലാം വിശ്വാസത്തിൽ നിന്നുടലെടുക്കുന്നതാണ്. നമുക്കൊരിക്കലും നമ്മുടെ സ്വന്തം കപ്പാസിറ്റിയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. യേശു ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ലൈഫ്, ഗോസ്പൽ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ജീവിതം ഞാൻ നയിക്കുമ്പോൾ അതിൻ്റെ ഫ്രൂട്ടാണ് ഇതെല്ലാം ശതാധിപനിൽ കാണാൻ സാധിച്ചു. അവിടെ യേശു അവൻ്റെ വിശ്വാസത്തെ അംഗീകരിക്കുന്നു. അവൻ്റെ ഭവനത്തിലിരിക്കുന്ന വേലക്കാരൻ സൗഖ്യമാകുന്നു. പ്രിയമുള്ളവരെ, എൻ്റെയും നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഞാൻ വിശ്വാസമുണ്ടെന്ന് പറയുമ്പോൾ ഈ വിശ്വാസം എത്രയധികം എൻ്റെ ഭവനത്തെ, എൻ്റെ സഭയെ, എൻ്റെ സമൂഹത്തെ സ്വാധീനിക്കാൻ സാധിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ ഇന്ന് നമ്മളൊക്കെ ഇത്രയും സംവിധാനങ്ങളുമായിരിക്കുന്നത്? ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുകയാണ്, ചരിത്രങ്ങൾക്ക് പുറകിൽ അനേക ഭക്തന്മാർ, മിഷണറിമാർ ഒക്കെ ഇവിടേക്ക് വന്നത് എന്തിൻ്റെ വെളിച്ചത്തിലാ? ഫെയ്ത്താണ്, വിശ്വാസം. അവിടേക്ക് വരാനുള്ള ഭാരമുണ്ടായത് അവരിലുള്ള വിശ്വാസമാണ്. ഒന്നും കാണാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ ഇറങ്ങി പുറപ്പെട്ട് ഇവിടെ വന്ന് അവർ ചെയ്ത വേല എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ റിഫ്ലക്ഷനാണ്. നമ്മുടെ സമൂഹത്തെ ഒക്കെ മാറ്റിമറിച്ച ഒരു വിശ്വാസം നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ആ ഫെയ്ത്തിന്റെ റിഫ്ലക്ഷൻ, ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ വിശ്വാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കും തിരിഞ്ഞു നോക്കി അതിശയപ്പെടാനുള്ള, അത്ഭുതപ്പെടാനുള്ള ചരിത്രം നമ്മുടെ സഭകൾക്കുണ്ട്, ക്രൈസ്തവ ചരിത്രത്തിനുണ്ടല്ലേ. അപ്പോസ്തലന്മാരുടെ വിശ്വാസം, അത് കഴിഞ്ഞുള്ള ദൈവദാസന്മാരുടെ, മിഷണറിമാരുടെ വിശ്വാസം, ഇന്നും നമ്മുടെ മുമ്പിൽ അത്ഭുതപ്പെടാൻ സാധിക്കത്തക്ക വിശ്വാസത്തിൻ്റെ മാതൃകകൾ നമ്മുടെ ചുറ്റുമുണ്ട്. കർത്താവ് നമ്മളോട് പറയുക, ലുക്ക് അറ്റ് ദാറ്റ് ഫെയ്ത്ത്. ഡു യു ഹാവ് ദിസ് ഫെയ്ത്ത്? യു ഹാവ് ദിസ് ഫെയ്ത്ത്? ഈ വിശ്വാസം ഉണ്ടോ? യേശു അതിശയിക്കത്തക്ക നിലയിലുള്ള വിശ്വാസം, യേശു അപ്രിഷ്യേറ്റ് ചെയ്യുന്ന, അഭിനന്ദിക്കുന്ന വിശ്വാസം, യേശു അംഗീകരിക്കുന്ന വിശ്വാസം ഉണ്ടോ? ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ ഈ ശതാധിപൻ്റെ വിശ്വാസം കണ്ടിട്ട് യേശു അതിശയിച്ചു എന്ന് വായിക്കുന്നു. മറ്റൊരു ഭാഗത്തും യേശു ഒരു വിശ്വാസം കണ്ട് അതിശയിക്കുന്നുണ്ട്. മർക്കോസ് 6:6 ഒന്ന് വായിക്കാമോ? മാർക്ക് ചാപ്റ്റർ 6 വേഴ്സ് 6. അവൻ്റെ അവിശ്വാസം ഹേതുവായി, അതിലും കർത്താവ് ആശ്ചര്യപ്പെടും. ഇതൊരു നെഗറ്റീവ് റെസ്പോൺസാണ് കേട്ടോ. എടാ, ഇത്രയും നാൾ നീ കൂടെ നടന്നിട്ടും ഇപ്പോഴും എന്നെ വിശ്വാസമൊന്നും ഇല്ലേ? ഇത്രയും നാള് ഞാൻ ഇതെല്ലാം ചെയ്ത് തന്നിട്ടും ഇപ്പോഴും നിനക്ക് വിശ്വാസമൊന്നും ഇല്ലേ? മർക്കോസ് 6:6 നമ്മുടെ ജീവിതം?
അതോ മത്തായി 7:10 നമ്മുടെ ജീവിതം? കർത്താവ് നമ്മളെ നോക്കിയിട്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ വലുപ്പം കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണോ, അതോ അവിശ്വാസം കണ്ടിട്ട് എൻ്റെ ദൈവമേ എത്ര വർഷമായി ഇവൻ ഈ പ്രസംഗമൊക്കെ കേൾക്കുന്നു, എത്ര വർഷമായി ബൈബിളൊക്കെ പഠിക്കുന്നു, എത്ര വർഷമായി ഇതെല്ലാം കേൾക്കുന്നു, പക്ഷെ ഒരു മാറ്റവും ഇല്ലല്ലോ? നമ്മുടെ അവസ്ഥ അതാണോ? കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ലൂക്കോസ് 17:5 കൂടെ ഒന്ന് വായിക്കാം, നമുക്ക് അവസാനിപ്പിക്കാം. ലൂക്കോസ് 17:5. അയ്യോ, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിനോട്. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം പലപ്പോഴും കുറഞ്ഞു പോകാറുണ്ട്. ഞങ്ങളുടെ വിശ്വാസം പലപ്പോഴും ഞങ്ങളെ ക്ഷീണിപ്പിക്കാറുണ്ട്. ഞങ്ങൾക്ക് കർത്താവിൻ്റെ അടുക്കൽ വരേണ്ടതുപോലെ ഒന്നും വരാൻ സാധിക്കുന്നില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ താഴേണ്ടതുപോലെ ഒന്നും ഞങ്ങൾക്ക് താഴാൻ സാധിക്കുന്നില്ല. കരുണയും സ്നേഹവും ഒന്നും കാണിക്കേണ്ടതുപോലെ ഞങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല. ദൈവത്തെ ഭയപ്പെടേണ്ടതുപോലൊന്നും ഭയപ്പെടാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല, ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. കർത്താവിൻ്റെ വേല ചെയ്യേണ്ടതുപോലൊന്നും പലപ്പോഴും ചെയ്യാൻ സാധിക്കുന്നില്ല. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണേ. അതിൻ്റെ കോണ്ടെക്സ്റ്റ് പഠിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പ്രാർത്ഥന, ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണേന്നല്ല, മറിച്ച് കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണേ എന്നാ. ഒരു പക്ഷെ നമ്മൾ വർഷങ്ങളായി വിശ്വാസികളായിരിക്കാം, പക്ഷെ നമ്മുടെ വിശ്വാസത്തിൽ എവിടെയൊക്കെയോ പരാജയം സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസ യാത്ര അല്പം കൂടെ മെച്ചപ്പെടുവാൻ, അല്ല, കർത്താവ് അതിശയിക്കത്തക്ക നിലയിലുള്ള ഒരു ജീവിതമായി മാറാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ടല്ലോ, വിശ്വാസ ജീവിത പടകിൽ ഞാൻ യാത്ര ചെയ്യുന്നു എന്നുള്ള പാട്ട്. അതൊന്ന് പാടിയാലോ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ, വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രാമദേശത്തു പോകുന്നു ഞാൻ, വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രാമദേശത്തു പോകുന്നു ഞാൻ. നാനാ പരീക്ഷകൾ വേദനകൾ നന്നായി എനിക്കൊന്നുണ്ടായിടിലോ, നാനാ പരീക്ഷകൾ വേദനകൾ നന്നായി എനിക്കുന്നുണ്ടായിടിലും നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ, നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. നാനാ പരീക്ഷകളും വേദനകളും ഒക്കെ വരുമ്പോൾ ഇതെല്ലാം സഹിച്ച നമ്മുടെ നായകൻ ആ യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതു ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നമ്മുടെ യാത്രയിൽ യേശുവിനെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യാം, യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് യാത്ര ചെയ്യാം. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, ഒരു ചൂട് മുന്നോട്ട് വയ്ക്കുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിടാം.